നിലമ്പൂരിൽ പൊതുസ്വതന്ത്രനെ വീണ്ടും കളത്തിലിറക്കാൻ സിപിഎം. മണ്ഡലത്തിന് പുറത്തുള്ളവരും പരിഗണനാ പട്ടികയിൽ. നിലമ്പൂരിന്റെ ചുമതലയുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ബി മുഹമ്മദ് റസാഖാണ് ഇത്തരത്തിലൊരു സൂചന നൽകിയത്. സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥയ്ക്ക് 10-ന് നിലമ്പൂരിൽ നൽകുന്ന സ്വീകരണവുമായി ബന്ധപ്പെട്ട സിപിഎം ഏരിയ കമ്മിറ്റി ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു പ്രതികരണം. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് പറഞ്ഞ മുഹമ്മദ് റസാഖ് ഇക്കുറി പൊതുസ്വതന്ത്രൻ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് നിലമ്പൂരിൽ ഉൾപ്പെടെ അതിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്ന മറുപടിയാണ് നൽകിയത്. മണ്ഡലത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയാകുമോ എന്ന ചോദ്യത്തിന് നിലമ്പൂരിൽ എൽഡിഎഫിനായി മത്സരിച്ച സ്ഥാനാർത്ഥികൾ ഭൂരിഭാഗവും മണ്ഡലത്തിന് പുറത്തുനിന്നുള്ളവരായിരുന്നു എന്നായിരുന്നു മറുപടി. പി വി അൻവറിനൊപ്പം തൃണമൂൽ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന ജില്ലയിലെ ഒരു മുതിർന്ന നേതാവ് സ്ഥാനാർത്ഥിയാകുമെന്ന് കേൾക്കുന്നുവല്ലോ എന്ന ചോദ്യത്തിന് അറിയില്ലെന്നായിരുന്നു മറുപടി. അങ്ങനെ ഒരു ഉറപ്പ് പറയാനൊന്നും കഴിയില്ല. സ്ഥാനാർത്ഥി കേരളത്തിൽ നിന്ന് എവിടുന്നും ആവാം. നിലമ്പൂരിൽ ഇതുവരെ മത്സരിച്ചവരൊന്നും മണ്ഡലത്തിലുള്ളവർ അല്ല ഭൂരിപക്ഷം ആളുകളും, പ്രത്യേകിച്ച് LDFിൻ്റെ സ്ഥാനാർത്ഥികൾ. ഏറ്റവും സ്വീകാര്യനായ, ഏറ്റവും നന്നായി വോട്ട് പിടിക്കാൻ കഴിയാവുന്നൊരു സ്ഥാനാർത്ഥി ഉണ്ടാവും. പി കെ ഹംസയെയും പി വി അൻവറിനെയും പൊതുസ്വതന്ത്ര സ്ഥാനാർത്ഥികളാക്കി രംഗത്തിറക്കി അട്ടിമറി വിജയം നേടാനായിട്ടുള്ള LDF ഇക്കുറി ശക്തനായ ഒരു പൊതുസ്വതന്ത്രനെ തന്നെ രംഗത്തിറക്കുമെന്നാണ് സൂചന. നിലമ്പൂർ മണ്ഡലത്തിൽ നിന്നായിരിക്കുമോ അതോ പുറത്തുനിന്നായിരിക്കുമോ എന്ന കാര്യത്തിൽ മാത്രമേ തീരുമാനമുണ്ടാകാനുള്ളൂ. പി വി അൻവർ UDF പാളയത്തിലേക്ക് ചേക്കേറിയതിനാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി വി അൻവറിന് ലഭിച്ച വോട്ടുകളിൽ വലിയൊരു ശതമാനം ഇക്കുറി ഇടതുപക്ഷത്തിന് അനുകൂലമാകുമെന്ന പ്രതീക്ഷയും LDF ക്യാമ്പിനുണ്ട്. ഇക്കുറി നിലമ്പൂർ തിരിച്ചുപിടിക്കാൻ കരുത്തുള്ള ശക്തനായ പൊതുസ്വതന്ത്രൻ വരുമെന്നും കാത്തിരിക്കാനുമാണ് LDF ക്യാമ്പ് നൽകുന്ന സൂചന. നിലമ്പൂർ മണ്ഡലത്തിൽ CPM ഗൃഹസന്ദർശന പരിപാടി സജീവമാണ്. എം വി ഗോവിന്ദൻ നയിക്കുന്ന വികസന മുന്നേറ്റ യാത്രയ്ക്ക് 10-ന് നിലമ്പൂരിൽ നൽകുന്ന സ്വീകരണം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള LDFിന്റെ ശക്തി തെളിയിക്കുന്ന പരിപാടിയായി മാറ്റുകയാണ് ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി LDF പ്രചരണ ജാഥയും തുടങ്ങിക്കഴിഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFിനുണ്ടായ മികച്ച വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകില്ലെന്നാണ് LDF കണക്കുകൂട്ടൽ. ക്രൈസ്തവ സമൂഹത്തെ കൂടുതൽ ചേർത്തു നിർത്താനുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കവും നിലമ്പൂർ മേഖലയിൽ LDFിന് ആത്മവിശ്വാസം കൂട്ടുന്നതാണ്. നിലമ്പൂർ ഏറനാട് മണ്ഡലങ്ങളിൽ നിന്നുള്ള 2 പേരുകൾ സജീവ പരിഗണനയിലുണ്ട്. ഇക്കുറി UDFിന് കടുത്ത വെല്ലുവിളി ഉയർത്താൻ കഴിയുന്ന ശക്തനായ ഒരു സ്ഥാനാർത്ഥി തന്നെ ഉണ്ടാകുമെന്ന സൂചനയാണ് CPM നൽകുന്നത്. ഘടകകക്ഷികളും മണ്ഡലത്തിൽ തങ്ങളുടെ രാഷ്ട്രീയ അടിത്തറ ശക്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഈസ്റ്റ് ലൈഫ്, നിലമ്പൂർ. വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബണ്ടൂർ ആൻഡ് എലങ്കൂർ.